തൃപ്പാദം മാത്രമാണിന്നടിയനഭയദം പാറമേക്കാവിലമ്മേ തൃപ്പാദേ വീണിടുന്നേനകതളീരിഹ ഞാനർപ്പണം ചെയ്തിടുന്നേൻ. കെൽപ്പേറും ദേവദേവൻ ഹരനുടയരികെ വാണിടും ലോകനാഥേ തൃപ്പാദം പിന്തുണച്ചിടണമിവിടെ നടസ്വാമിതൻ വാമമയ്യേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ഇന്നത്തെ ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം 32-ാമത്തെ അധ്യായം ആത്മതത്വ നിരൂപണം. ആ ലിംഗശരീരത്തിനെ അഥവാ സൂക്ഷ്മശരീരത്തിനെ കുറിച്ച് പറഞ്ഞാണ് നിലനിർത്തിയത്. ഇനി പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് 2 വിധത്തിലുണ്ട് എന്നാണ് പറയണത്. തത്രയാ പ്രകൃതി പ്രോക്ത സാരാജൻ ദ്വിവിധാ സ്മൃത. ദ്വിവിധം, 2 എന്ന് പറയുന്നു. ശുദ്ധതത്വരൂപമായ പ്രകൃതിയെ മായ എന്ന് പറയും. മലിനതത്വത്തോടുകൂടിയതിനെ അവിദ്യ എന്നും സ്വ ആശ്രയത്തെ മറയ്ക്കാതെ രക്ഷിക്കുന്നതേതോ അതാണ് മായ. ശുദ്ധ സത്വ പ്രധാനമായ മായയിൽ പതിയുന്ന പരമാത്മാവിൻ്റെ പ്രതിബിംബമാണ് ഈശ്വരൻ. ആ ഈശ്വരൻ സ്വ ആശ്രയത്തെ അറിയുന്നവനും പരനും സർവജ്ഞനും സർവാനുഗ്രഹകാരനുമാണ്. ഹേ ഹിമവാനെ, അവിദ്യയിൽ ഉണ്ടാകുന്ന അല്പമായ പ്രതിബിംബമുണ്ടല്ലോ, അതിനെയാണ് ജീവൻ എന്ന് പറയണത്. അത് ആശ്രയരൂപമായ ആനന്ദസ്വരൂപത്തെ മറയ്ക്കുന്നതുകൊണ്ട് സർവദുഃഖങ്ങൾക്കും കാരണമാണ്. ജീവേശ്വരന്മാർക്ക് അവിദ്യ നിമിത്തം 3 വിധത്തിലുള്ള ദേഹങ്ങളുണ്ട്. 2 പേർക്കും ദേഹത്രയത്തിൽ അഭിമാനമുള്ളതുകൊണ്ട് 3 പേരുകളും ലഭിച്ചിട്ടുണ്ട്. കാരണദേഹത്തിൽ അഭിമാനിക്കുമ്പോൾ പ്രാജ്ഞനെന്ന് പറയും. സൂക്ഷ്മദേഹത്തിൽ അഭിമാനിക്കുമ്പോൾ തൈജസൻ എന്ന് പറയും. സ്ഥൂലദേഹാഭിമാനിയാകുന്ന സമയത്ത് വിശ്വനെന്നും പറയുന്നു. ഇങ്ങനെ 3 വിധത്തിൽ കീർത്തിക്കപ്പെടുന്നുണ്ട്. ഈശ്വരനും ഇപ്രകാരം ദേഹാഭിമാനമുള്ളതിനാൽ ഈശ്വരൻ, സൂത്രാത്മാവ്, വിരാട് എന്നീ പേരുകൾ അവിടെയും 3 നാമങ്ങളുണ്ട് എന്ന് പറയാണ്. അപ്പോൾ 2 തത്വങ്ങൾ കൂടിയതാണല്ലോ നാം എന്ന് പറയണത്, സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ളത്. അപ്പം അതിൻ്റെ 3 ഭാവങ്ങളെയാണ് അവിടെ പറയണത്. പ്രാജ്ഞൻ, തൈജസൻ, വിശ്വസൻ എന്നുള്ളത്. ഇതേ 3 ഭാവങ്ങൾ തന്നെ ഈശ്വരൻ, സൂത്രാത്മാവ്, വിരാട് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം ജീവാത്മാവും പരമാത്മാവും ഈ രൂപങ്ങളിൽ അറിയപ്പെടുന്നു എന്നുള്ളതിനെ അവിടെ പറയാണ്. ഈ ജീവനാണെങ്കിൽ വിഷ്ടി ദേഹത്രയത്തിൽ അഭിമാനിക്കുന്നവനാണ്. ഈശ്വരനാകട്ടെ സമഷ്ടി ദേഹത്തിൽ അഭിമാനിക്കുന്നവനാണ്. ആ സർവേശ്വരൻ ജീവനെ അനുഗ്രഹിക്കണമെന്ന ആഗ്രഹത്തോടെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കണു. ഈശ്വരൻ ബ്രഹ്മസ്വരൂപിണിയായ എൻ്റെ മായാശക്തിയിൽ പ്രേരിതനായിട്ട് ആണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. ആ ഈശ്വരൻ ബ്രഹ്മസ്വരൂപിണിയായ എന്നിൽ
എനിക്ക് എന്നിൽ എപ്പോഴും അഥവാ എന്നിൽ അധീനനാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ആ സൃഷ്ടികർമ്മങ്ങളൊക്കെ നടക്കുന്നത് ആ ദേവിയുടെ അധീനത്തിലാണ്. എപ്പോഴാണോ ഈ ജീവനെ അനുഗ്രഹിക്കണമെന്ന് ദേവിക്ക് തോന്നുന്നത്, ആ സമയത്ത് ഈശ്വരനിലൂടെ ഈ പ്രപഞ്ചത്തെ ഞാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. ഇപ്പം എന്തിനാ ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്, ദേവി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് ദേവിയുടെ അനുഗ്രഹമാണ് എന്ന് പറയുക. ദേവി തൻ്റെ മായാശക്തി കൊണ്ട് ആ മായാശക്തിയിൽ പ്രേരിതനായിട്ട് ഈശ്വരൻ ഇതാ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരാദി ലീലകൾക്ക് ത്രിമൂർത്തികൾ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ ഇവരെല്ലാം ഈ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ എന്തിനാ ചെയ്യണത്, ഈ സൃഷ്ടികളൊക്കെ എന്തിനാ ബ്രഹ്മാവ് ചെയ്യണത് എന്ന് പറഞ്ഞാൽ ആദിപരാശക്തിയിൽ പ്രേരിതനായിക്കൊണ്ട് ഈ ജീവനെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് ലോകഹിതത്തിനായിക്കൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടി ദേവി തൻ്റെ മാഹിയെ മുൻനിർത്തിക്കൊണ്ട് ബ്രഹ്മാവിലൂടെ സൃഷ്ടികളെ നടത്തുന്നു. വിഷ്ണുവിലൂടെ പരിപാലനം നടത്തുന്നു. മഹേശ്വരനിലൂടെ സംഹാരാദി ലീലകൾ ചെയ്യണു. ഈ മൂന്ന് ലീലകളും ഈ മൂവേന്തന്മാര് ചെയ്യുന്നത് ദേവിയുടെ, ഇവിടെ ദേവി പറയണത് എൻ്റെ ആജ്ഞ അനുസരിച്ചാണ്, ഞാൻ കൽപ്പിച്ചതനുസരിച്ചാണ്, എൻ്റെ അധീനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എന്നവിടെ പറഞ്ഞുകൊണ്ട് ആത്മതത്വ നിരൂപണം എന്ന് പറഞ്ഞതായിട്ടുള്ള ഈ 32-ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു.